മുദരിസീൻ ജമിയത്തുൽ മുദരിസീൻ ആകുമ്പോൾ ജമിയത്തുൽ മുദരിസീനിൽ ഉൾക്കൊള്ളിക്കേണ്ട ആളുകളെ പലരും ഉണ്ടാവും, അവരെ നമ്മൾ ഉൾക്കൊള്ളിക്കണം. അത് ആളുകളെ നോക്കേണ്ട ആവശ്യമില്ല. അത് അയാൾ നമ്മൾക്ക് എതിരിൽ പറഞ്ഞാണല്ലോ അല്ലെങ്കിൽ പറയാത്ത ആളാണല്ലോ, ഇതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വിഭാഗീയത ഇല്ലാതെ നിലക്ക് പരസ്പരം നമ്മൾ ഒന്നിച്ചു കൊണ്ടിട്ട് ഒരേ ശബ്ദത്തിലായിക്കൊണ്ടാവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കാരണം സുന്നത്ത് ജമാഅത്തിന് ഇന്ന് സുന്നി ഐക്യം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാരണം ഇന്നലേക്ക് സുന്നത്ത് ജമാഅത്തിന് നാനാഭാഗത്തുനിന്നും അതിനെ കൊത്തി വഹിക്കുമ്പോൾ അതിനുള്ള സുന്നി ആശയമുള്ളതായ സംഘടനാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷെ ആശയത്തിൽ നമ്മൾ യോജിക്കണം. ആ നിലയ്ക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ ഇതിൽ വരുന്നതായ എല്ലാ ശക്തികൾക്കെതിരിലും നമ്മളെന്താവണം, ശക്തമായി നിന്നും കൊണ്ട് അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം. ഇതൊരു ചെറിയൊരു സംഗതിയായിട്ട് കണക്കാക്കിയാൽ പറ്റില്ല. അപ്പോൾ പരസ്പരം അങ്ങും ഇങ്ങും ഫിത്നകൾ ഉണ്ടാക്കിക്കൊണ്ട് ഫിത്നത്തുൽ അഹ്ലാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ ഫിത്നത്തുൽ അഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, വിട്ടുമാറാത്ത ഫിത്ന. ഒരു അഹ്ലാസ് ഒരു വാഹനവുമായുള്ള ബന്ധം പോലെ, അല്ലെങ്കിൽ ആദ്യമേ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുമായിട്ടുള്ള ബന്ധം പോലെ ആയിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാകുന്ന ഫിത്ന. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ പറഞ്ഞത് കേട്ടിട്ട് വല്ലാത്ത സന്തോഷം തോന്നി. വളരെ വിലപ്പെട്ട വളരെ നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് ബഹുമാനപ്പെട്ടവരോട് പങ്കുവച്ചത്. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിലുള്ള ഐക്യം അത് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഈ അഭിപ്രായം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല നിർദ്ദേശവും അഭിപ്രായമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ മഹാനായ ശംസുൽ ഉലമ മഹാനവറുകളുടെ അന്ത്യാഭിലാഷമായി പറഞ്ഞ വാക്കുകൾ വളരെ കൃത്യമായിട്ട് തന്നെ ആ വിഷയം അബ്ദുറഹ്മാൻ കല്ലായി ചന്ദ്രികയിൽ എഴുതിയത് നമ്മളൊക്കെ കണ്ടതാണ്, വായിച്ചതാണ്. ചന്ദ്രികയിൽ തന്നെയാണ് വന്നത്. അബ്ദുറഹ്മാൻ കല്ലായിയാണ് എഴുതിയത്. അദ്ദേഹത്തോട് മഹാനായ ശംസുൽ ഉലമ അവസാനമായി പറഞ്ഞ വാക്കുകൾ, അതിൻ്റെയൊക്കെ ആ കാര്യങ്ങളൊക്കെ അറിയാം, മനസ്സിലാക്കിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയമായിട്ടൊക്കെ അറിയാം എന്നത് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ മഹാനവറുകളിൽ നിന്ന് ഇത്തരം വാക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ വലിയ അർത്ഥവും ഒരുപാട് കാര്യങ്ങളിലുള്ള ബോധ്യവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ശംസുൽ ഉലമ അന്ത്യാഭിലാഷമായി പറഞ്ഞത്, അത് ആ അവസരവും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമ്മൾക്ക് ബോധ്യമാവുക. അതായത് ശംസുൽ ഉലമക്ക് നേരത്തെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കൊണ്ട് തന്നെയാണ് അവസാനമായി പറഞ്ഞത്. അവസാനമായി പറയുന്ന വാക്കുകളാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ മുമ്പ് എന്തെങ്കിലും ജല്ലാത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റിദ്ധാരണയുടെ മുകളിലായിരുന്നു എന്നതാണല്ലോ പിന്നീട് തിരുത്തുമ്പോഴും ഈ വിഷയങ്ങളിലൊക്കെയുള്ള മാറ്റങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായിരുന്നു ചന്ദ്രികയിൽ അബ്ദുറഹ്മാൻ കല്ലായി എഴുതിയത്. ശംസുൽ ഉലമ പറഞ്ഞ വാക്കുകൾ നമ്മളൊക്കെ വായിച്ചതുമാണ്. മഹാനായ കാന്തപുര ഉസ്താദിനെ പോയി കാണണം, എന്നിട്ട് മസ്ലഹത്ത് ഉണ്ടാക്കണം. മഹാനായ കാന്തപുര ഉസ്താദുമായിട്ട് ഐക്യമുണ്ടാകണം. അത് കാന്തപുരത്തിനെ അങ്ങോട്ട് പോയി കാണണമെന്നും ഈ വിഷയം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് പോയി പറയണമെന്നും കുഞ്ഞാലിക്കുട്ടിയോട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോടും പറയണമെന്നൊക്കെ പറഞ്ഞതായിട്ട് അബ്ദുറഹ്മാൻ കല്ലായി ചന്ദ്രികയിൽ എഴുതിയതാണ്. എന്നിട്ട് ആ വിഷയം പോയി അവരോട് പറഞ്ഞു എന്നും എഴുതിയതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, മഹാനായ കാന്തപുര ഉസ്താദിനോട് ഐക്യപ്പെടണം എന്ന് ശംസുൽ ഉലമ അവസാനമായി പറയണമെങ്കിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കുണ്ടായ ആ ഒരു ബോധ്യം, നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായങ്ങളൊക്കെ ചില തെറ്റിദ്ധാരണകളുടെ മുകളിലായിരുന്നു, ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കാം എന്നതൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അവസാനമായി ശംസുൽ ഉലമ ഈ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുകയാണ് ചെയ്യേണ്ടത് എന്നതും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുമാണ്. അപ്പോൾ അതൊക്കെ അന്വർത്ഥമാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് അവസാനമായി നമ്മൾ കണ്ടതാണ്. ഒരുപാട് സമയങ്ങളിൽ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദുമായിട്ട് വേദി പങ്കിടാനും കാന്തപുര ഉസ്താദുമായിട്ട് അടുത്ത് നിൽക്കാനും ഒക്കെ, അവിടുത്തെ കാന്തപുര ഉസ്താദ് പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുക്കാനും അവർ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ ഒരുപാട് ഉത്സാഹം കാണിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിൽ നിന്നുണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു വേള മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എഴുതിയത് തന്നെ നമ്മൾ വായിച്ചതാണ്. ഒരിക്കൽ കാന്തപുര ഉസ്താദ് പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് പുറപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ SKSFന്റെ ആളുകൾ തടഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, തങ്ങളെ അവിടെ കാന്തപുരം വരുന്നുണ്ട്, കാന്തപുരം പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാറ് തടഞ്ഞു നിർത്തുക വരെ ചെയ്തു എന്നും ആ സമയത്ത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്, കാന്തപുരം പങ്കെടുക്കുന്നത് കൊണ്ടാണോ എനിക്ക് പോകാൻ പറ്റാത്തത് എങ്കിൽ എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ധീരമായി ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എഴുതിയത് നമ്മൾ വായിച്ചതാണ്. എവിടെ നിന്നാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഈ ഒരു മാറ്റവും അല്ലെങ്കിൽ ഈ ഒരു ബോധ്യവും ഒക്കെ എന്നതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇതൊക്കെ കൂട്ടി വായിക്കേണ്ടതാണ്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് പരിപാടികളിൽ കാന്തപുര ഉസ്താദിന്റെ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ആ ഒരു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ട് തന്നെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അവസാന സമയം നമ്മളൊക്കെ കണ്ടതാണ്. അതൊക്കെ മാതൃകയാകേണ്ടതുമാണ്. നമുക്കറിയാം, മംഗലാപുരത്ത് മഹാനായ കാന്തപുര ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഒരു പള്ളി, ആ പള്ളിയുടെ ഉദ്ഘാടനത്തിലേക്ക് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കുകയാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ സമയത്തൊക്കെ ശാരീരികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന സമയത്താണ്. ആ സമയത്ത് വളരെ ദൂരത്ത്, മംഗലാപുരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം യാത്ര ചെയ്തെത്തേണ്ട സ്ഥലമാണ്, അവിടേക്ക് ക്ഷണിച്ചിട്ട് ആ ക്ഷണം നിരസിക്കാതെ ആ പ്രയാസപ്പെടുന്ന സമയത്ത് പോലും അവിടെ യാത്ര ചെയ്ത് എത്തിക്കൊണ്ട് ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ഈ പണ്ഡിതന്മാരെയൊക്കെ ബഹുമാനപ്പെട്ട താജുലമി അടക്കം കാന്തപുര ഉസ്താദിനെ അടക്കം ഒരുമിച്ച് കാണുകയും അവരൊക്കെ കെട്ടിപ്പിടിക്കുകയും പരസ്പരം ആശ്ലേഷിക്കുകയും അതൊക്കെ സന്തോഷം പങ്കെടുക്കുകയും ചെയ്യുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. അതിനൊക്കെ വീഡിയോ കിട്ടുകയും ചെയ്യും. ആ ഒരു മാതൃക മഹാനവറുകൾ അവസാന സമയത്ത് കാണിച്ചു തന്നതാണ്. എത്രത്തോളം അന്ന് മഗ്രിബ് നിസ്കാരം
നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ആ പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ പ്രയാസമുണ്ടായ സമയത്ത് നിസ്കാരം ബാത്തിലാകാത്ത രീതിയിൽ തൊട്ടടുത്തുണ്ടായിരുന്ന കാന്തപുരം ഉസ്താദ് സഹായിച്ചുകൊണ്ട് എഴുന്നേറ്റു നിന്നു, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ സഹായിച്ചു എന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അത്രത്തോളം പ്രയാസപ്പെടുന്ന സമയത്തായിട്ട് പോലും കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് പങ്കെടുത്തുകൊണ്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ കാണിച്ചു തന്ന മാതൃക പലരും ചിന്തിക്കേണ്ടതാണ്, ആലോചിക്കേണ്ടതാണ്. ഇതൊക്കെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവസാനമായി പറഞ്ഞ വാക്കുകളിൽ നിന്നുള്ള പ്രചോദനം, അതിൽ നിന്നൊക്കെ വലിയ അർത്ഥവും പാഠവും ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് എന്നും കൂടെ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ അറിയുന്ന മനസ്സിലാക്കിയ ഈ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഈ ഒരു സമയത്ത് ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ വളരെ സന്തോഷവും ഒരുപാട് ആവേശവും തോന്നുന്നു. അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രവർത്തകർക്കും അണികൾക്കുമൊക്കെ വലിയ സന്തോഷവും റാഹത്തും ഉണ്ടാക്കുന്ന പ്രസ്താവനകളാണ് എന്നുകൂടി ഈ സമയത്ത് പറഞ്ഞു പോവുകയാണ്.